പാക് പട്ടാളത്തിലെ പാരാ കമാൻഡോ എന്ന് NIA. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡർ ഹാഷിം മൂസ. ഹാഷിം മൂസ ലഷ്കർ-e-തൈബയുടെ ഓപ്പറേഷൻ ഹെഡ് എന്നും അന്വേഷണ സംഘം. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ ജമ്മുകശ്മീർ പോലീസ് ഉദ്യോഗസ്ഥനെയും 3 സെക്യൂരിറ്റി ഗാർഡിനെയും NIA ചോദ്യം ചെയ്യുന്നു. ബൈസരൻ വാലിയിലെ സിപ്ലെയിൻ ഓപ്പറേറ്ററും കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി പഹൽഗാമിൽ നിന്നും ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് എത്രമാത്രം പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്? പാക് പട്ടാളത്തിന്റെ നേരിട്ടുള്ള പങ്ക് തെളിയിക്കുന്ന രീതിയിലുള്ള അന്വേഷണം തെളിവുകളാണ് ഇപ്പോൾ NIA സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കാരണം 15ഓളം സ്ലീപ്പർ സെല്ലിലെ അല്ലെങ്കിൽ ഈ ആസിം മൂസയെ സഹായിച്ച ആദിഖ് തക്കറെ സഹായിച്ച 15 അംഗത്തെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു, NIA കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്യുന്നതിലും ഇവരെ വീടുകൾ റെയ്ഡ് ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആസിം മൂസയുടെ പാക് ബന്ധം വ്യക്തമാക്കിയത്. സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ തന്നെ ഒരു പാരാ കമാൻഡർ ആയിരുന്നു ആസിം മൂസ. ആസിം മൂസ ഇന്ത്യയിലെത്തിയിട്ട് 1.5 വർഷത്തിലേറെയായി. ഇതിനു മുമ്പുള്ള 2 ആക്രമണങ്ങളും ആസിം മൂസക്ക് പങ്കുണ്ട് എന്നാണ് NIA ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെത്തിയ ശേഷം 3 ആക്രമണങ്ങളാണ് ആസിം മൂസ നടത്തിയത്. അദ്ദേഹത്തിന്റെ ആക്രമണ രീതി തന്നെ സാധാരണക്കാരെ ആക്രമിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലാണ് ആസിം മൂസ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ NIAക്ക് ലഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആസിം മൂസയുടെ ഭീകരനായ ആസിം മൂസയുടെ പാരാമിലിറ്ററി സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങളും NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതായിരിക്കും നാളെ പാകിസ്ഥാന് ഇന്ത്യ ഏതെങ്കിലും ഡോസിയർ കൈമാറുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഇതായിരിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ബൈസരൻ വാരിയിൽ ആക്രമണം നടക്കി 22-ന് ആക്രമണം നടക്കുമ്പോൾ 3 മണിക്ക് ആക്രമണം നടക്കുമ്പോൾ ജമ്മു കാശ്മീർ പോലീസിന്റെ ഒരു സായുധ പോലീസും 3 സാധാ സെക്യൂരിറ്റികളും അവിടെ ഉണ്ടായിരുന്നു. ഇവർ ആരും തന്നെ ആക്രമണത്തെ തടയാനോ പ്രതിരോധിക്കാനോ ശ്രമിച്ചില്ല എന്നതാണ് ലഭിച്ച വിഷ്വൽസിൽ നിന്നും ദൃക്സാക്ഷികളിൽ നിന്നും NIAക്ക് ലഭിച്ച വിവരം. ബാംഗ്ലൂരിൽ കഴിഞ്ഞ ദിവസം ഒരു ദൃക്സാക്ഷിയുടെ ഇരയുടെ ഭാര്യയെ NIA കർണാടക ബാംഗ്ലൂർ ചോദ്യം ചെയ്യുന്നു. അവരിത് വ്യക്തമായി ഇത് സംബന്ധിച്ച രേഖ സഹിതം വിഷ്വൽ സഹിതം ഈ രേഖകൾ കൈമാറിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസിലെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബൈസരൻ വാലിയിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജമ്മു കോൺസ്റ്റബിളിനെയും അതേപോലെ തന്നെ 3 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ സ്ലിപ്ലൈൻ ഓപ്പറേറ്ററാണ്. ഈ ആക്രമണം നടക്കുമ്പോൾ വെടിവെച്ച മുഴങ്ങിയപ്പോൾ തന്നെ അല്ലാഹു അക്ബർ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി. ഇത് സംബന്ധിച്ച വിവരങ്ങളും ഇപ്പോൾ NIAയുടെ പക്കലുണ്ട്, വിഷ്വൽസ് NIAയുടെ പക്കലുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നും കാണാമറയത്തുള്ള ഈ 4 ഭീകരർക്ക് വേണ്ടിയുള്ള സുരക്ഷാ സേനയുടെ തെരച്ചിൽ തുടരുകയാണ്. പഹൽവാൻ ആക്രമണം നടന്നിട്ട് ഇന്ന് 7ാം ദിനമാണ്. സുരക്ഷാ സേനയുടെ കാണാമറയത്തിന്റെ കൈത്തൊട്ടരികിൽ തന്നെ തീവ്രവാദികൾ ഉണ്ട് എന്നാണ് സേന ഇപ്പോൾ കണക്കാക്കുന്നത്. ഏതായാലും റിഡ്ജിലുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. അത്യാധുനിക ട്രെയിനിങ് ലഭിച്ച വ്യക്തിയായ ആസിം മൂസയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ കരുതലോടെ മാത്രമേ സുരക്ഷാ സേനയ്ക്ക് നേരിടാൻ കഴിയുള്ളൂ. കാരണം സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 1 മാസത്തോളം ഭക്ഷണം കഴിക്കാതെയും അല്ലെങ്കിൽ ആ രീതിയിൽ കാടുകളിൽ കഴിയാനും ഗറില്ല യുദ്ധതന്ത്രങ്ങൾ നടത്താനും പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് പാകിസ്ഥാൻ ആർമിയുടെ. അതിൻ്റെ പാരാ കമാൻഡർ ആയിരുന്നു ആസിം മൂസ. അതുകൊണ്ട് തന്നെ സുരക്ഷാ സേന അത്തരമൊരു കൊടും ഭീകരനെ, കൊടും തീവ്രവാദിയെ, പട്ടാളക്കാരനായ കൊടും തീവ്രവാദിയെ ആ തരത്തിൽ തന്നെ നേരിടാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം എന്നാൽ ഇത്രയും വലിയ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ നേരിട്ടുള്ള പാകിസ്ഥാൻ ആർമിയിലെ പാരാമിലിറ്ററി കമാൻഡർ അല്ലെങ്കിൽ പാരാമിലിറ്ററി കമാൻഡോ തന്നെ നേതൃത്വം നൽകിയ അതിഭീകരമായ കൂട്ടക്കൊലയാണ് പഹൽഗാമിൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ 7 ദിവസമായിരിക്കുന്നു. NIA അന്വേഷണം പുരോഗമിക്കുന്നു. NIA അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായി ഇന്ന് ബൈസരൻ വാരിയിൽ നടന്ന സംഭവം ആവിഷ്കരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ NIAയുടെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ 8 മണിയോടുകൂടി ബൈസരൻ വാരിയിലെത്തും. ശരത് ലാൽ, ഏറെ ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. കാരണം തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ സഹായം കൂടി ലഭിച്ചു. അതും പ്രത്യേകിച്ചും
ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളുടെ സഹായം ലഭിച്ചു എന്നുള്ള തരത്തിലുള്ള പരോക്ഷമായിട്ടുള്ള വിവരങ്ങൾ തന്നെയല്ലേ പുറത്തേക്ക് വരുന്നത്? വളരെ അത്തരമൊരു വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം ആ സമയത്തെ പൂർണ്ണമായ വിഷ്വൽസുകൾ, അതുപോലെ തന്നെ ഫോണിൽ നിന്ന് ലഭിച്ച ഇരകളുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിഷ്വൽസ്, ഇതൊക്കെ NIA ഈ ഇങ്ങനെ എല്ലാം കൂടി പരിശോധിച്ച്, അല്ലെങ്കിൽ ഈ കീറി തുടങ്ങിയ നമ്മൾ കാർഡുകൾ കൂട്ടിയോജിപ്പിക്കുന്ന പോലെ കൂട്ടിയോജിപ്പിച്ച്, ജിക്സോ പസിൽ പോലെ കൂട്ടിയോജിപ്പിച്ച് എല്ലാം ഒരു വൃത്തത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വൃത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പുനരാവിഷ്കരണം നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സായുധനായ ഒരു പോലീസുകാരൻ ഈ അക്രമം നടക്കുമ്പോൾ ബൈസ്റ്റൺ വാലിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എന്നതാണ് വളരെ പ്രധാനം. അതുപോലെ തന്നെ 3 സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ വെടിയുച്ച കേട്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വദേശീയരും താഴേക്ക് ഓടി ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പിന്നെ തീവ്രവാദികൾ പോയ ശേഷം മാത്രമാണ് ഇവരൊക്കെ തിരിച്ചു വരികയും അതേപോലെ തന്നെ സഹായം നൽകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സ്വദേശീയരിൽ നിന്ന് വളരെ കൂടുതൽ ഒരു പിന്തുണ ഈ തീവ്രവാദികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതനുസരിച്ചുള്ള അന്വേഷണമാണ് NIA നടത്തുന്നത്. LTT അതുകൊണ്ടാണ് ലഷ്കർ-e തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും പൂർണ്ണ പിന്തുണ കൂടി പാക് ചാരസംഘടനയുടെ പ്രതിനിധി കൂടിയായ ഹാഷിം മൂസ പാരാ കമാൻഡർ ഇത്തരമൊരു ആക്രമണം പ്ലാൻ ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത്. തദ്ദേശീയരായ 2 തീവ്രവാദികളോട് നേരിട്ട് പങ്കെടുക്കുകയും മറ്റു 15 പേർ ഇതിനു വേണ്ടി സ്ലീപ്പർ സെല്ലായി ഇതിനുവേണ്ടി പരോക്ഷമായി ആക്രമണത്തിനുള്ള എല്ലാവിധ സഹായങ്ങൾ നൽകുകയും ചെയ്തു എന്നാണ് NIAയുടെ കണ്ടെത്തൽ. ഇതനുസരിച്ചുള്ള കൂടുതൽ തെളിവുകൾ NIA കണ്ടെത്തുകയും ഈ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്ന ഈ രേഖകൾ ഡോസിയറായി പാകിസ്ഥാനും അതേപോലെ തന്നെ മറ്റു വിദേശ നയതന്ത്ര പ്രതിനിധികൾക്കും നൽകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് NIAയുടെ പ്രാഥമിക റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ കേന്ദ്ര സർക്കാരിന് കൈമാറും. ശരി ശരത്ലാൽ, പഹൽഗാം കൂട്ടക്കൊല നടത്തിയ ഭീകരരിൽ ഒരാൾ പാക് പട്ടാളത്തിലെ പാരാ കമാൻഡോ എന്ന് NIA കണ്ടെത്തിയിരിക്കുന്നു. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡർ ഹാഷിം മൂസയാണ്. ഹാഷിം മൂസ ലഷ്കർ-e തായ്ബയുടെ ഓപ്പറേഷൻ ഹെഡാണ് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജമ്മു കശ്മീർ പോലീസ് ഉദ്യോഗസ്ഥനെയും 3 സെക്യൂരിറ്റി ഗാർഡിനെയും NIA ചോദ്യം ചെയ്യുകയാണ്. ബൈസരൻ വാലിയിലെ സിപ്ലൈൻ ഓപ്പറേറ്ററും കസ്റ്റഡിയിൽ ആയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ NIA പുറത്തുവിടുന്നത്.